السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. لقد كفر الذين قالوا إن الله هو المسيح ابن مريم وقال المسيح يا بني إسرائيل اعبدوا الله ربي وربكم إنه من يشرك بالله فقد حرم الله عليه الجنة ومأواه النار وما للظالمين من أنصار. لقد كفر الذين قالوا إن الله ثالث ثلاثة وما من إله إلا إله واحد وإن لم ينتهوا عما يقولون ليمسن الذين كفروا منهم عذاب أليم. أفلا يتوبون إلى الله ويستغفرونه والله غفور رحيم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചുള്ള നമ്മുടെ പഠന പരമ്പരയിൽ ആ മഹാവ്യക്തിത്വത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകടമാക്കിയ മുഅ്ജിസാത്തുകൾ അഥവാ അമാനുഷികമായ അത്ഭുതകരങ്ങളായ ദൃഷ്ടാന്തങ്ങൾ, അതിനെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ നമ്മുടെ അവസരത്തിലൂടെ വിശദീകരിക്കപ്പെട്ടത്. ഇന്ന് നമുക്ക് സംസാരിക്കുവാനുള്ളത് മഹാനായ ആ വ്യക്തിത്വത്തിന്റെ പേരിൽ ഇല്ലാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ കെട്ടിച്ചമച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പൊറുക്കാത്ത മഹാപാതകമായ രൂപത്തിലുള്ള സംസാരങ്ങൾ ആ മഹനീയമായ വ്യക്തിത്വത്തിന്റെ പേരിൽ ചാർത്തിക്കൊണ്ട് ലോകത്ത് ഒരു വിഭാഗം ആളുകൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന അനിസ്ലാമികമായ മഹാപാതകമായ അവരുടെ വിശ്വാസങ്ങളെ സംബന്ധിച്ചാണ് നമുക്കൊരൽപ്പം സംസാരിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഷയത്തെ പ്രവാചകന്മാരെ സംബന്ധിച്ചുള്ള നമ്മുടെ പഠന പരമ്പരയുടെ 76ാമത്തെ ക്ലാസ്സാണിത്. ഇന്നത്തെ ഈ ദിവസം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച്, ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചുള്ള 5ാമത്തെ നമ്മുടെ പഠന ക്ലാസ്സിൽ അല്ലാഹു നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് ഇന്നത്തെ ദിവസം. ആ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ ലോകാടിസ്ഥാനത്തിൽ ഇന്ന് ആചരിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ ആ വിശ്വാസത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിന് പറയാനുള്ള സത്യം വളരെ കൃത്യമായി പറയുവാനുള്ള ഒരവസരം ഇന്നത്തെ ദിവസം ക്രൈസ്തവ ലോകം ആചരിക്കുന്ന ആചാരങ്ങളും നമ്മുടെ വിഷയത്തിന്റെ പൂർത്തീകരണം ഇവിടെ എത്തി നിൽക്കുന്നതും തമ്മിൽ യോജിച്ചു വന്നത് അല്ലാഹു മഹാരഥനായ പ്രവാചകനെ പ്രശംസിച്ചുകൊണ്ടും മദ്ഹ് പറഞ്ഞുകൊണ്ടും അവിടുത്തെ തനിമയാർന്ന വ്യക്തിത്വത്തിന്റെ യഥാർത്ഥമായ ചരിത്രം എന്താണെന്ന് പറയുവാനുള്ള ഒരവസരം ഇന്ന് തന്നെ നമുക്ക് ഒരുക്കി തന്നത് ഒരനുഗ്രഹമായി കാണുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ദിവസം
ഏപ്രിൽ 14 ലോക ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു കൊണ്ടിരിക്കുന്ന ദിവസമാണ്. അതേ അവസരത്തിൽ ദുഃഖവെള്ളി എന്ന് മലയാളികൾ പറയുമ്പോൾ മറ്റുള്ള പ്രയോഗങ്ങളിലൊക്കെ ഗുഡ് ഫ്രൈഡേ എന്നാണ് കാണുന്നത്. രണ്ടും പരസ്പരം വൈരുദ്ധ്യം. ചിലതിൽ വളരെ സന്തോഷത്തിന്റെ ദിവസമായി പറയുമ്പോ വളരെ ദുഃഖത്തിന്റെ കറുത്ത വെള്ളി എന്ന് ബ്ലാക്ക് ഫ്രൈഡേ എന്നറിയപ്പെടുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ വെള്ളി ഇതിന്റെ കഴിഞ്ഞ ദിവസമായ ഇന്നലെ പെസഹ വ്യാഴം ആചരിച്ചുകൊണ്ട് ക്രൈസ്തവർ ക്രിസ്തുവിന്റെ അന്ത്യാത്താഴത്തെ ഓർമ്മ പുതുക്കിക്കൊണ്ട് പ്രത്യേകമായ ശുശ്രൂഷകളും ചടങ്ങുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്ത്യാത്താഴം കഴിഞ്ഞ് പിറ്റേന്നായ വെള്ളി കുരിശിലേറ്റപ്പെട്ടു, അങ്ങനെ മരണപ്പെട്ടു എന്ന വിശ്വാസമാണ് അവർക്കുള്ളത്. പിന്നീട് രണ്ടാമത്തെ ദിവസം അഥവാ ശനിയും കഴിഞ്ഞ് ഞായറാഴ്ച ദിവസം ഉയിർത്തെഴുന്നേറ്റു, ശവക്കല്ലറയിൽ നിന്ന് ഉയിർത്തെഴുന്നേറ്റു എന്നാണ് പറയുന്നത്. ആ ഉയിർത്തെഴുന്നേൽപ്പിന്റെ നാളിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈസ്റ്റർ എന്ന് ഞായറിന് അവർ പേര് നൽകിയത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. എത്ര ഗുരുതരമായ ആരോപണവും എത്ര ഗുരുതരമായ വാദങ്ങളുമാണ് മഹാനായ ഒരു പ്രവാചകനെ സംബന്ധിച്ച് ലോകത്ത് ഭൂരിപക്ഷം വരുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങൾ വെച്ചു പുലർത്താൻ ഈ മണ്ണിൽ സ്വാതന്ത്ര്യമുണ്ട്, ഈ ലോകത്ത് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കാത്ത മഹാപാതകമായ കാര്യങ്ങൾ ആര് പറഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഗുരുതരമായി ഗൗരവതരമായി അതിനെ കാണുന്നുവെന്നും കഠോരമായ ശിക്ഷയാണ് മരണാനന്തരം അതിനൊരുക്കി വെച്ചിട്ടുള്ളതെന്നുമുള്ള ഗൗരവതരമായ മുന്നറിയിപ്പ് വിശുദ്ധ ഖുർആനിൽ അവിടെയായി നിറഞ്ഞു കിടക്കുകയാണ്. നാം മനസ്സിലാക്കുക സഹോദരങ്ങളെ, ഗുഡ് ഫ്രൈഡേ എന്നും ദുഃഖവെള്ളി എന്നും രണ്ടായി പറയാൻ എന്താണ് കാരണം? എന്താണ് ഈ രണ്ടിന്റെയും അടിസ്ഥാനം? ദുഃഖവെള്ളി എന്ന് പറയുന്ന ആളുകൾ തന്നെ ഗുഡ് ഫ്രൈഡേ എന്നുള്ളതും ശരിയാണെന്ന് പറയുന്നു. അതിനവർ പറയുന്നവർ ന്യായീകരണം എങ്ങനെയാണത് ഗുഡായി മാറിയത്? അതിനും ഇസ്ലാം അംഗീകരിക്കാത്ത അനിസ്ലാമികമായ ഒരു അന്ധവിശ്വാസത്തിന്റെ അടിത്തറയിലാണ് ആ വാദവും അവർ കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. അതെന്താണ് ആ വാദം? അവര് വിശ്വസിക്കുന്നത് ഇപ്രകാരമാണ്: ആദിമ മനുഷ്യനായ ആദാം സ്വർഗീയ താമസത്തിനിടയിൽ വിലക്കപ്പെട്ട കനിയായ ആപ്പിൾ ഒരു സ്ത്രീയുടെ പ്രലോഭനത്തിന് വഴങ്ങി ഭക്ഷിച്ച് പാപിയായി മാറി. മനസ്സിലാക്കണം, അതൊന്നും ഖുർആൻ അംഗീകരിക്കുന്നതല്ല. ഒരു സ്ത്രീയുടെ പ്രലോഭനത്തിന് വശംവദയായി എന്നൊന്നും ഖുർആൻ പറയുന്നില്ല. അവര് വിശ്വസിക്കുന്നത് ഒരു സ്ത്രീയുടെ അഥവാ ഹവ്വായിന്റെ പ്രലോഭനത്തിന് വിധേയമായി കൊണ്ട് ആപ്പിൾ കഴിച്ചുപോയി പാപിയായി. അങ്ങനെ ആദി പാപം കാരണമായി മുഴുവൻ മനുഷ്യരും ജനിക്കുന്നത് തന്നെ പാപികളായിട്ടാണെന്നാണ് വിശ്വസിക്കുന്നത്. ഒന്നാമത്തെ മനുഷ്യൻ തന്നെ പാപിയായി. അതുകൊണ്ട് ആ മനുഷ്യന്റെ മക്കളായി ലോകത്ത് ജനിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യരും ജന്മനാ പാപികളായിട്ടാണ് പറന്നു വീഴുന്നത് എന്ന വിശ്വാസം. അങ്ങനെ ആ ജന്മനാ പാപികളായി ജനിച്ചു വീണുകൊണ്ടിരിക്കുന്ന മാനവ സമൂഹത്തിന്റെ മുഴുവൻ പാപങ്ങളിൽ നിന്നും അവർക്ക് മോചനം നൽകാൻ ദൈവം തന്നെ മനുഷ്യരൂപത്തിലുള്ള ഒരാളെ ഈ ഭൂമിയിലേക്ക് അയക്കുകയും ആ വ്യക്തി, ആ ദൈവം എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ദൈവപുത്രൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി കുരിശിലേറി പാപങ്ങളിൽ നിന്ന് സകല മനുഷ്യർക്കും മോചനം നൽകിയതിനാൽ അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. അതുകൊണ്ട് സർവ മനുഷ്യരുടെയും പാപമോചനത്തിന് പരിഹാരമായി കൊണ്ട് സ്വയം കുരിശിലേറി മരണം വരിച്ചതിനാൽ, അത്ര വലിയ ത്യാഗം ചെയ്തുകൊണ്ട് മാനവ സമൂഹത്തെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി മോചനം നൽകിയതിനാൽ അത് ഗുഡായി. അതേ അവസരത്തിൽ കുരിശിലേറി മരണം വരിച്ചല്ലോ, അതുകൊണ്ട് അത് ദുഃഖവുമായി. ഇങ്ങനെയാണ് ഗുഡ് ഫ്രൈഡേ എന്ന ദുഃഖവെള്ളി. നമ്മുടെ മലയാളം കലണ്ടറുകളിലൊക്കെ അങ്ങനെ കാണും, ഗുഡ് ഫ്രൈഡേ എന്ന ദുഃഖവെള്ളി. തീർത്തും അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിശ്വാസം. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ പറഞ്ഞ അടിസ്ഥാന തത്വത്തെക്കുറിച്ച് ഇസ്ലാമിന് എന്തു പറയാനുണ്ട്? മനുഷ്യരൊക്കെ പാപികളായിട്ടാണോ ജനിച്ചു വീഴുന്നത്?
ഇവിടെയുള്ള എല്ലാ മനുഷ്യരും ജന്മനാ പാപികളാണോ? ആ അടിസ്ഥാന തത്വത്തെ തന്നെയും ഇസ്ലാം വേരെറുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവിടെ ആരും പാപികളായി ജനിച്ചു വീഴുന്നില്ല. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ഓരോ മനുഷ്യ കുഞ്ഞും എല്ലാ കുഞ്ഞും ഇവിടെ പിറന്നു വീഴുന്നത് ശുദ്ധമായ പ്രകൃതിയോടുകൂടെയാണ്. കറകളഞ്ഞ മനസ്സിന്റെ വക്താക്കളായിക്കൊണ്ടാണ് ഓരോ മനുഷ്യരും ഇവിടെ ജനിച്ചു വീഴുന്നത്. നിർമ്മലമാണ് അവരുടെ മനസ്സുകൾ, പവിത്രമാണ് അവരുടെ മനസ്സുകൾ. അതുകൊണ്ടാണ് ഹജ്ജ് ഒരാൾ നിർവഹിച്ച്, ഹജ്ജും ഉംറയും ശരിയായ രൂപത്തിൽ നിർവഹിച്ച് മടങ്ങി വരുമ്പോൾ ഇന്ന് ജനിച്ച കുഞ്ഞിന്റെ പോലെയുള്ള പവിത്ര മനസ്സുമായിട്ടാണ് ഹാജിമാർ വിശുദ്ധ ഭൂമികളിൽ നിന്ന് മടങ്ങി വരുന്നതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആ മനസ്സിന്റെ പവിത്രത സൂചിപ്പിക്കാൻ. അപ്പൊ എല്ലാ മനുഷ്യരും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയോടുകൂടെയാണ്, കറയില്ലാത്ത മനസ്സുമായിട്ടാണ്. ഏകദൈവമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുവാനുള്ള പാകതയും പക്വതയുമാർന്ന തെളിമയാർന്ന സ്വച്ഛമായ ഒരു മനസ്സിന്റെ ഉടമകളായിക്കൊണ്ടാണ് ഓരോരുത്തരും ഈ ഭൂമിയിൽ പറന്നു വീഴുന്നത്. എന്നാൽ ആ മനുഷ്യ കുഞ്ഞ് പിന്നീട് വളരുന്ന, അവനെ വളർത്തുന്നവരുടെ സാഹചര്യങ്ങളുടെ തേട്ടമനുസരിച്ചുകൊണ്ട് അവനിൽ മാലിന്യങ്ങൾ കയറിക്കൂടുന്നു എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. ഫഅബവാഹു, അവനെ വളർത്തി പരിപാലിച്ചു വരുന്ന അവന്റെ മാതാപിതാക്കൾ, യുഹവ്വിദാനിഹി, ഒന്നുകിൽ ആ കുഞ്ഞിനെ യഹൂദിയാക്കി മാറ്റുന്നു, ഔ യുനസ്സിറാനിഹി, അല്ലെങ്കിൽ അവരെ നസ്റാനിയാക്കി മാറ്റുന്നു, ഔ യുമജ്ജിസാനിഹി, അതല്ലെങ്കിൽ അഗ്നിയെ ആരാധിക്കുന്ന മജൂസിയാക്കി മാറ്റുന്നു. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അതല്ലാതെ ആരും ഇവിടെ പാപികളായി ശിർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ തോന്നിവാസികളായ ഒരു പ്രകൃതത്തോടുകൂടെ ആരും തന്നെ ഈ ഭൂമിയിൽ ജനിക്കുന്നില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാത്രമല്ല, ബൈബിളിലെ അധ്യാപനങ്ങളിൽ തന്നെ യേശു തന്നെയും ജനങ്ങളോട് പറഞ്ഞു എന്ന ഒരു വാചകം നമുക്ക് കാണാൻ സാധിക്കും. എന്ത്? പാപരഹിതരായി കുട്ടികളെ പോലെയാവുക നിങ്ങൾ എന്ന് അനുയായി വൃന്ദത്തെ പഠിപ്പിച്ചു യേശു എന്നാണ് ബൈബിൾ തന്നെ അവകാശപ്പെടുന്നത്. പാപരഹിതരായി കുട്ടികളെ പോലെയാകൂ നിങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലാക്കാം? കുട്ടികൾ, ഏത് കുട്ടിയും ജനിച്ചു വീഴുന്നത് പാപിയായിട്ടല്ല, സ്വച്ഛമായ ശുദ്ധമായ ഒരു തെളിമയാർന്ന പ്രകൃതിയോടുകൂടെയാണ് എന്ന അധ്യാപനം ബൈബിളിൽ തന്നെ കിടക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ പല കാര്യങ്ങളും, എന്തൊക്കെ തിരിമറികളും മാറ്റങ്ങളും ദുർവ്യാഖ്യാനങ്ങളും വെട്ടിമാറ്റലുകളും കൂട്ടിച്ചേർക്കലുകളും നടന്നിട്ടുണ്ടെങ്കിലും അവിടെയായി ചില സത്യത്തിന്റെ നുറുങ്ങുകൾ ചിതറിക്കിടപ്പുണ്ട് ബൈബിളിലും എന്നുള്ളത് നമ്മൾ ശരിക്കേണ്ടതില്ല. നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്കും മറ്റൊരാളുടെ പാപത്തിന്റെ ഭാരം ഏറ്റെടുക്കാൻ കഴിയുമോ? ആർക്കെങ്കിലും മറ്റൊരാൾ ചെയ്തിട്ടുള്ള പാപത്തിന്റെ ഭാരം ഏറ്റെടുക്കാൻ കഴിയുമെന്നാണോ, സാധ്യമാണെന്നാണോ, അല്ലെന്നാണോ ഇസ്ലാമിന്റെ അധ്യാപനം? പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നജ്മിലൂടെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അം ലം യുനബ്ബഅ ബിമാ ഫീ സുഹുഫി മൂസ വ ഇബ്രാഹീമ അല്ലദീ വഫാ അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ وأن ليس للإنسان إلا ما سعى وأن سعيه سوف يرى ثم يجزاه الجزاء الأوفى أم لم ينبأ بما في صحف موسى. മൂസായുടെ ഏടുകളിൽ ഉള്ളത് നിനക്ക് അറിയിക്കപ്പെട്ടിട്ടില്ലയോ? വഇബ്രാഹീമ അല്ലദീ വഫാ, അള്ളാഹുവിനോടുള്ള കരാറുകൾ മുഴുവനും സമ്പൂർണമായി പൂർത്തീകരിച്ച ഇബ്രാഹിമിന് നൽകപ്പെട്ട ഏടുകളിലും പറഞ്ഞ വിഷയം. മഹാരഥന്മാരായ ഗതകാല പ്രവാചകന്മാരുടെ വേദഗ്രന്ഥങ്ങളിലും ഏടുകളിലും ഒക്കെ പറഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട്. എന്താണ് ആ യാഥാർത്ഥ്യം? അള്ളാഹു പറയാണ്, അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ, ഒരു പാപം വഹിക്കുന്ന ഒരാളും മറ്റൊരാളുടെ പാപത്തിന്റെ ഭാരം വഹിക്കുകയില്ല തന്നെ. ഒരാൾക്കും മറ്റൊരാളുടെ പാപത്തിൽ നിന്റെ പാപം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാപം ഏറ്റെടുക്കുന്ന ഒരു സമ്പ്രദായം അതില്ല. അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. തീർച്ചയായും ഒരു മനുഷ്യന്
അവന്റെ പ്രയത്നം എന്താണോ ഉള്ളത്, അവന്റെ അധ്വാനം എന്താണോ ഉള്ളത്, അതാണ് ശരിക്കും അവന് അവകാശപ്പെടാനായിട്ട് അർഹതപ്പെട്ടതായിട്ടുള്ളത്. അതേയുള്ളൂ. തീർച്ചയായും അവന്റെ അധ്വാനത്തിന്റെ ഫലം കാണിക്കപ്പെടുക തന്നെ ചെയ്യും വഴിയെ. ഒട്ടും കമ്മി വരുത്തപ്പെടാത്ത നിലക്ക്, പരിപൂർണമായ നിലക്കുള്ള പ്രതിഫലം അവന് പിന്നീട് നൽകപ്പെടുന്നതുമാണ്. അല്ലാഹു തആല വിശദീകരിച്ചു കഴിഞ്ഞു. അപ്പോ ആരും ഇവിടെ ജന്മനാ പാപികളായി ജനിച്ചു വീഴുന്നില്ല എന്ന യാഥാർത്ഥ്യം. രണ്ട്, ഏതെങ്കിലും ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ ഇടയ്ക്ക് തെറ്റുകൾ സംഭവിച്ചാൽ അവന്റെ പാപം ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട്, പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മറ്റവനെ നിരപരാധിയാക്കുന്ന സമ്പ്രദായം ഇല്ല. ആ അടിസ്ഥാനമായ അന്ധവിശ്വാസങ്ങളെ, അനിസ്ലാമികമായ വാദങ്ങളെ വേരോടെ പിഴുതെറിയുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, ആലോചിച്ചു നോക്കുക, അതിലടങ്ങിയ ചില വിഡ്ഢിത്തങ്ങൾ. താനോ മനുഷ്യരോ മറ്റു മനുഷ്യരോ ചെയ്യാത്ത പാപത്തിന് താൻ ചെയ്തിട്ടില്ല, മറ്റുള്ള മനുഷ്യർ ചെയ്തിട്ടില്ല. താനോ മറ്റുള്ളവരോ ചെയ്യാത്ത പാപത്തിന്, ആദിമ മനുഷ്യരിൽ നിന്ന് വന്നുപോയി എന്ന് പറയുന്ന പാപത്തിന് നിരപരാധികളായ ഒരുപാട് ആളുകൾ അവരുടെ മേലത് ചാർത്തി അതിദയനീയമായ ഒരു അന്ത്യം ഏറ്റുവാങ്ങുന്ന ദൈവത്തിന്റെ പുത്രൻ അതിദയനീയമായ ഒരു അന്ത്യം ഏറ്റുവാങ്ങുക, ഒരു മരണം ഏറ്റുവാങ്ങുക, അതൊരിക്കലും വിശ്വസിക്കാനാകാത്ത, ഒരു മനുഷ്യനും അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ്. മാത്രമല്ല, സകല പാപങ്ങളും ഏറ്റെടുത്ത് കുരിശിലേറിയിട്ടും ലോകത്തിന്ന് പാപങ്ങൾ കുറഞ്ഞിട്ടുണ്ടോ? പാപങ്ങൾ പോയിട്ടില്ല. എല്ലാവരും പാപങ്ങൾ ഏറ്റെടുത്ത് എല്ലാവരെയും ശുദ്ധീകരിക്കാനാണ് കുരിശിലേറിയതെന്നാണ് വാദമെങ്കിൽ പിന്നെ ഈ ലോകത്തൊന്നും പാപങ്ങൾ ഉണ്ടാകാൻ പാടില്ല. പക്ഷേ പാപങ്ങൾ തുടരുകയാണ്. പിന്നെ എന്തിനാണ് ഈ കുരിശിലേറിയത്? കുരിശിലേറിയത് എല്ലാവരും രക്ഷപ്പെടുത്താൻ, അപ്പോഴും ആ പാപം തുടരുവാണ്. പിന്നെന്തിനാ കുരിശിലേറിയത്? ചിന്തിക്കാൻ വേണ്ടി ആലോചിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിലേക്ക് ഇടേണ്ടുന്ന ചോദ്യങ്ങളാണ്. മാത്രമല്ല ഒരു സ്ത്രീയാണ് പ്രലോഭിപ്പിച്ചത് എന്ന് പറയുന്നു. അതിന്റെ പേരിൽ സ്ത്രീ വർഗത്തെ തന്നെ അടച്ചാക്ഷേപിക്കുന്ന വചനങ്ങളും ബൈബിളിൽ അവിടെയായി കാണുകയാണ്. ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല, ഇസ്ലാം അത് അംഗീകരിച്ചിട്ടില്ല. അതിന്റെ പേരിൽ സ്ത്രീ വർഗത്തെ തന്നെ അധിക്ഷേപിക്കുന്ന ഒരു വാചകം ഇസ്ലാമിലില്ല. തീർന്നില്ല. കുരിശിൽ കയറി മരണം വരിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, രണ്ടു കൂട്ടർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. യഹൂദികളും വിശ്വസിക്കുന്നുണ്ട്, നസറാനികളും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട് എന്ന് മാത്രം. യഹൂദികൾ പറയുന്നത് ജാരസന്താനമാണ്, വ്യഭിചാരക്കാരനാണ്, ആഭിചാരകനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അവകാശപ്പെട്ട മരണം ഞങ്ങൾ കൊന്നുകളഞ്ഞു എന്നാണ് അവർ പറയുന്നതെങ്കിൽ, ക്രിസ്ത്യാനികൾ പറയുന്നത് വിശുദ്ധനാണ്, പവിത്രനാണ്. പക്ഷേ എല്ലാവരുടെയും ആ പാപം ഏറ്റെടുക്കാൻ വേണ്ടി കുരിശിലേറി മരണം വരിച്ചതാണ്, അതുകൊണ്ട് വിശുദ്ധ മരണമാണ്. അതുകൊണ്ട് രണ്ടു കൂട്ടരും ഒരു പോയിന്റിൽ യോജിക്കുന്നു, എന്ത്? കുരിശിൽ തറക്കപ്പെട്ടു, മരണം വരിച്ചിട്ടുണ്ട്. എന്നാൽ അവർ പിന്നീട് ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ, സ്വർഗസ്ഥനായി എന്നൊക്കെ പറയുന്നു എന്ന് മാത്രം. രണ്ടു കൂട്ടരും ആ പറയുന്ന വാദത്തിന്റെ ഏക പോയിന്റ് അവർ കുരിശിലേറി മരിച്ചിട്ടുണ്ട് എന്നതാണ്. ഖുർആൻ അതിനെ ഖണ്ഡിതമായി തന്നെ നിഷേധിച്ചിട്ടുണ്ട്. മാത്രമല്ല, കുരിശിൽ മരണം വരിച്ചതൊരു വലിയ മാഹാത്മ്യമായിട്ടാണല്ലോ പറയുന്നത്. എങ്കിൽ ആ കുരിശു മരണം ഉണ്ടായ ചരിത്രവും അവർ അവകാശപ്പെടുന്നത് യൂദാസ് ഒറ്റുകൊടുത്തു എന്നാണ്. ഏതാനും ചില്ലി വെള്ളിക്കാശികൾക്ക് വേണ്ടി യൂദാസ് ഒറ്റുകൊടുത്തതാണ് എന്നാണ് അവകാശപ്പെടുന്നത്. എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തിനാ യൂദാസിനെ കുറ്റം പറയുന്നത്? അയാൾ നല്ലൊരു കാര്യമല്ലേ ചെയ്തത്? എന്നല്ലേ നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത. കാരണം അയാളല്ലേ വിശുദ്ധനാവേണ്ടത്. എന്താ കാരണം? സർവരെയും സ്വർഗസ്ഥരാക്കാൻ വേണ്ടിയല്ലേ പാപം ഏറ്റെടുത്ത് കുരിശിലേറാൻ യേശുവിനെ കാണിച്ചു കൊടുത്തത്. ആ കുരിശുമരണല്ലായിരുന്നുവെങ്കിൽ ഈ ആൾക്കാരൊക്കെ പാപത്തിൽ നിന്ന് ഒഴിവായി സ്വർഗസ്ഥരാകുമായിരുന്നോ? എങ്കിൽ പിന്നെ എന്തിനെ അയാളെ കാണിച്ചു കൊടുത്ത, ആ വ്യക്തിത്വത്തെ കാണിച്ചു കൊടുത്ത യൂദാസിനെ ശപിക്കണം, ശകാരിക്കണം? അപ്പൊ ഇതൊക്കെ വൈരുദ്ധ്യങ്ങളായിട്ട് കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടെ ഇതിന്റെ അകത്തുണ്ട്. ഒരു തമാശ, ഗൗരവതരമായ തമാശ. ഏറ്റവും കൂടുതൽ ക്രൈസ്തവ ലോകം വലിയ ആദരവോടുകൂടെ കഴുത്തിലണിയുന്നത്, ചിഹ്നമായി എഴുതുന്നത്, രേഖപ്പെടുത്തുന്നത് കുരിശാണ്. എന്താണ് കുരിശ്? എന്താണ് കുരിശിനെ കുറിച്ചുള്ള വിശ്വാസം?
പ്രിയപ്പെട്ട ദൈവപുത്രനെ കൊല്ലാൻ ഉപയോഗിച്ച കുരിശ് യേശുവിന്റെ കാലത്ത് എല്ലാവരും വെറുപ്പോടെയും ഭയത്തോടെയും മാത്രം വീക്ഷിച്ചിരുന്ന ഒരു പീഡനോപകരണം മാത്രമായിരുന്ന കുരിശ്. ആളുകളെ കൊല്ലാനായിട്ട്, ശത്രുക്കളെ പിടിച്ച് കൊല്ലാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് അന്ന് കുരിശ്. എല്ലാവരും അത് കണ്ടാ പേടിയായിരുന്നു, അത് കാണുമ്പോഴേക്ക് തന്നെ ഭയമായിരുന്നു. അത്രക്കും മോശമായിട്ട് കണ്ടിരുന്ന ഒരു സാധനം ആ കൊലമരം. അധികാരി വർഗത്തിന് ഇഷ്ടമില്ലാത്ത നിരപരാധികളായ ആളുകളെ മുഴുവനും ആണിതറച്ച് അടിച്ചടിച്ച് കൊല്ലാൻ ഉപയോഗപ്പെട്ടിരുന്ന ആ കാലഘട്ടങ്ങളിൽ വിവിധ രാജ്യങ്ങളിലായിക്കൊണ്ട് ഒരുപാട് ആളുകളെ ക്രൂശിക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയ ആ പീഡനോപകരണമായ കൊലമരം. എന്നിട്ടും ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യാണ്? ക്രിസ്തുവിനോടുള്ള സ്നേഹവും ബഹുമാനവും സൂചിപ്പിക്കാൻ വേണ്ടി സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ചിഹ്നമായി കുരിശിനെ തന്നെ തെരഞ്ഞെടുത്തത്. കഴുത്തിൽ മാലയും ലോക്കറ്റും മോതിരത്തിന്റെ അടയാളവും ബിൽഡിങ്ങുകളിലെ ഏറ്റവും മനോഹാരിതയ്ക്ക് വേണ്ടിയും വലിയ രൂപത്തിലുള്ള പുണ്യം ഉദ്ദേശിച്ചുകൊണ്ടുമൊക്കെ അത് നാട്ടി പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ക്രിസ്തു വിരോധികളല്ലേ അത് തെരഞ്ഞെടുക്കേണ്ടിയിരുന്നത്? ക്രൈസ്തവ വിരോധികളല്ലേ അത് തെരഞ്ഞെടുക്കേണ്ടിയിരുന്നത്? അവിടെയും ഒരു വിരോധാഭാസം നമ്മൾ കാണുകയാണ്. എന്നാൽ ക്രൈസ്തവ വിരുദ്ധർ തെരഞ്ഞെടുക്കേണ്ടിയിരുന്ന ആ ചിഹ്നം ക്രിസ്തു സ്നേഹികൾ വലിയ ആദരവോടെ ബഹുമാനത്തോടെ ഉയർത്തിപ്പിടിക്കുകയും ഇനി വരുന്ന ദിവസങ്ങളിൽ അവർ കുരിശിന്റെ വഴി എന്നും പറഞ്ഞു ചുമലിലേന്തിയിട്ട് റോഡുകളിലൂടെ അവരിങ്ങനെ നടക്കും ബഹുമാനത്തോടെ, വലിയ ഭക്തിയോടെ ആ ചുമലിൽ ആ കുരിശും വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു പോകും. വാസ്തവത്തിൽ സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ ഇതിനെയൊക്കെ ശക്തമായി എതിർത്തു. അല്ലാഹു തആല പറഞ്ഞു, യഹൂദികളുടെ വാദത്തെ, ക്രിസ്ത്യാനികളുടെ വാദത്തെ, എല്ലാവരുടെ വാദത്തെയും വേരെറുക്കുന്ന കൃത്യമായ പ്രയോഗം അല്ലാഹു സൂറത്തുൻ നിസായിലെ 157, 158 ആയത്തുകളിലൂടെ പറഞ്ഞു. വഖൗലിഹിം ഇന്നാ ഖതൽനൽ മസീഹ ഇബ്ന മർയമ റസൂലല്ലാഹ് വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും وإن الذين اختلفوا فيه لفي شك منه ما لهم به من علم إلا اتباع الظن وما قتلوه يقينا بل رفعه الله إليه وكان الله عزيزا حكيما. വിശുദ്ധ ഖുർആൻ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാ 157, 158 ആയത്തുകളിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അല്ലാഹു പറയാണ്, വഖൗലിഹിം, അവരുടെ ആ വാക്ക്, ഇന്നാ ഖതൽനൽ മസീഹ ഇബ്ന മർയമ റസൂലല്ലാഹ്, യഹൂദികൾ പറഞ്ഞില്ലേ അല്ലാഹുവിന്റെ റസൂലായ, അതും പരിഹാസമാണ്, അല്ലാഹുവിന്റെ റസൂലായ മസീഹിനെ ഞങ്ങൾ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ വാക്ക് അല്ലാഹു പറയുകയാണ്, വമാ ഖതലൂഹു, അദ്ദേഹത്തെ അവർ കൊന്നിട്ടില്ല, അവർക്ക് കൊല്ലാൻ കിട്ടിയിട്ടില്ല, വമാ സ്വലബൂഹു, അദ്ദേഹത്തെ കുരിശിൽ തറച്ചിട്ടുമില്ല, കുരിശിൽ കയറ്റിയിട്ടുമില്ല, വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്ക് തിരിച്ചറിയാതാക്കപ്പെട്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ എന്താ നടന്നതെന്ന് അവർക്ക് തന്നെ ബോധ്യമല്ല, തിരിച്ചറിയാതാക്കപ്പെട്ടിരിക്കുകയാണ്. പല അഭിപ്രായമാണ് അവരെ സംബന്ധിച്ച്. അവരുടെ വിശുദ്ധ വേദ പുസ്തകങ്ങൾ എന്ന് പറയുന്ന പുതിയ നിയമത്തിൽ തന്നെ ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസമാണ് കുരിശിലേറിയ മരണത്തെ സംബന്ധിച്ച് അവകാശപ്പെടുന്നത്. ചിലർ കുരിശിലേറി അവിടുന്ന് മരിച്ചിട്ടില്ല, അപ്പോഴേക്ക് താഴെ ഇറക്കി എന്ന് പറയുന്ന ഒരു കൂട്ടര്, അതല്ല അവിടുന്ന് ഇറക്കിയിട്ടില്ല, അവിടുന്ന് തന്നെ മരണം വരിച്ചു എന്ന് പറയുന്ന ആളുകൾ, അതല്ല മരണം വരിക്കാതെ കുരിശിൽ നിന്ന് തന്നെ നേരെ മേലോട്ട് ഉയർത്തി എന്ന് പറയുന്ന ആളുകൾ, വ്യത്യസ്തങ്ങളായ അഭിപ്രായമുള്ളവർ. ശവക്കല്ലറയിൽ നിന്ന് പിറ്റേന്ന് കണ്ടപ്പോൾ കണ്ടു എന്നും ഇല്ല എന്നും, പിന്നീട് അനുയായി വൃന്ദത്തോട് സംസാരിച്ചു എന്നും, അവരെ തിരിച്ചറിയാതെ പോയി എന്നും തിരിച്ചറിഞ്ഞു എന്നും ഒക്കെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ അവർക്കിടയിൽ തന്നെയുണ്ട്. അള്ളാഹു പറയുന്നത് നോക്കൂ, വളരെ കൃത്യമായി റബ്ബ് പറയാണ്, വലാകിൻ ശുബ്ബിഹ ലഹും, ഇവർക്ക് തന്നെ അതിനെ സംബന്ധിച്ചൊരു ബോധമല്ല, അവർക്ക് തിരിച്ചറിയാതാക്കപ്പെട്ടിരിക്കുകയാണ്. തീർന്നില്ല, ഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി, തീർച്ചയായും ഈസയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായ കക്ഷികളൊക്കെ ലഫീ ശക്കിൻ മിൻഹു, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ സംശയത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്, സംശയം ഇന്നും തീർന്നിട്ടില്ല. മാലഹും ബിഹി മിൻ ഇൽമിൻ,
അവർക്കതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. ഇല്ലത്തിബാഅല്ലന്നെ, വെറും ഊഹത്തെ പിന്തുടരുകയല്ലാതെ. ഓരോരുത്തരും ഊഹിച്ചിങ്ങനെ തോന്നിയതുപോലെ സുവിശേഷം എന്ന് പറഞ്ഞ വെച്ചിട്ടുണ്ട്. ഒരു യോജിപ്പ് ഏകീകരണം ആ വിഷയത്തിൽ അവർക്കിടയിൽ തന്നെയില്ല. അവരെന്ത് പറഞ്ഞാലും വേണ്ടില്ല, എന്ത് അഭിപ്രായ വ്യത്യാസത്തിലായാലും വേണ്ടില്ല, തുടർന്നുകൊണ്ട് അള്ളാഹു കണിശമായി പറയാണ്, വമാ ഖതലൂഹു യഖീനാ, ഉറപ്പായിട്ടും പറയട്ടെ, ഉറപ്പായിട്ടും അവര് അദ്ദേഹത്തെ കൊന്നിട്ടില്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? ബർറഫഅഹുല്ലാഹു ഇലൈഹി, അള്ളാഹു അദ്ദേഹത്തെ തന്നിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. അള്ളാഹു അദ്ദേഹത്തെ ഉടലോടെ അള്ളാഹുവിലേക്ക് ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. വകാന അല്ലാഹു അസീസൻ ഹകീമാ, അല്ലാഹു വളരെ അന്തസ്സുള്ളവനാണ്, എല്ലാം അറിയുന്നവനുമാകുന്നു. എങ്ങനെയാ ഉയർത്തിയത്? എന്താ അതിന്റെ വിശദ വിവരങ്ങളൊന്നും പരിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ പറയാത്തിടത്തോളം കാലം നമുക്ക് പറയാൻ കഴിയില്ല. ഇനി അവിടുന്ന് പോയി തിരിച്ചു വരവിനെ സംബന്ധിച്ച് പറഞ്ഞത് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കുവാനും ഉണ്ട്. എന്തായിരുന്നാലും ഈ രണ്ട് വിഭാഗത്തിന്റെയും വാദം ശരിയല്ല. കുരിശിൽ കയറ്റി മരണം വരിച്ചിട്ടുണ്ട് എന്ന് ക്രിസ്ത്യാനികളും, കൊന്നു കളഞ്ഞിട്ടുണ്ട് കുരിശിൽ കയറ്റിയിട്ട്, അത് നീചമായി ജാരസന്ധരിയായതുകൊണ്ട്, ആഭിചാരകനായതുകൊണ്ട് ശിക്ഷ ഏറ്റുവാങ്ങിയിട്ട് മരണം വരിച്ചിട്ടുണ്ട്, നീചമായ മരണം ഞങ്ങൾ കൊന്നിട്ടുണ്ട് എന്നവകാശപ്പെടുന്ന യഹൂദികളുടെ വാദമാണെങ്കിലും രണ്ടിനെയും അല്ലാഹു തആല കണിശമായി തന്നെ റദ്ദ് ചെയ്തുകൊണ്ട് ഗണ്ണിച്ചുകൊണ്ട് പറഞ്ഞു, വമാ ഖതലൂഹു യഖീന, ഉറപ്പ് പറയട്ടെ അദ്ദേഹത്തെ അവർ കൊന്നിട്ടേയില്ല, അല്ലാഹു അവങ്കിലേക്ക് ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിന് വളരെ കൃത്യമായിട്ട് അതാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ 10-30ഓളം സുവിശേഷങ്ങൾ ഉണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം അഥവാ ആഫ്റ്റർ ഡെത്ത് എന്ന് പറയുന്ന AD 325 ആയപ്പോഴേക്ക് 30ഓളം സുവിശേഷങ്ങൾ എഴുതപ്പെട്ടിരുന്നു. ഈസാ നബി അലൈഹിസ്സലാം യേശു പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിൽ 4 എന്നറിയപ്പെടുന്നത് മാർക്കോസും യോഹന്നാനും ലൂക്കോസും മത്തായിയും. ബാക്കിയുള്ളതൊക്കെ അവര് തന്നെ ചുട്ടുകരിച്ചു. എന്തേ കാരണം? അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഘോഷയാത്രയാണ് എല്ലാത്തിലും കൂടെ. 30 നോക്കുമ്പോൾ 300 അഭിപ്രായമാണ്. അതുകൊണ്ട് ഇത് സമൂഹത്തിന്റെ മുമ്പിലേക്ക് പറഞ്ഞ ഇത് തീരെ നിക്കക്കള്ളിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവര് കൂടിയിട്ട് ഒക്കെ ചുട്ടുകരിച്ചു. എന്നാൽ നിലവിലുള്ള 4 പോലും ഈ കുരിശുമരണത്തെ സംബന്ധിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ചും ഒക്കെയുള്ള കാര്യങ്ങളിൽ പരസ്പര വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്രയാണ്. വിവിധ വിഷയങ്ങളിൽ അന്ത്യാത്താഴത്തെ സംബന്ധിച്ച് 4 പറഞ്ഞതിൽ വ്യത്യാസങ്ങൾ. കുരിശിലേറും മുമ്പേയുള്ള വിചാരണയുടെ കാര്യം പറഞ്ഞെടുത്ത്, കുരിശിലുണ്ടായ സ്ഥിതി വിശേഷങ്ങൾ പറഞ്ഞെടുത്ത്, കുരിശിൽ കടന്ന് പൊട്ടിക്കരഞ്ഞ് വിലപിച്ചതിനെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത്, കല്ലറയിൽ നിന്ന് കാണാതായതിനെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത്, ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത്, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ശിഷ്യഗണങ്ങൾ പോലും തിരിച്ചറിഞ്ഞോ ഇല്ലേ എന്ന വിഷയത്തിൽ ഈ 4ലും പല രൂപത്തിലുള്ള വൈരുദ്ധ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതന്നെ അല്ലാഹു പറയുന്നത് മാലഹും ബിഹി മിൻ ഇൽമിൻ, ഇവർക്ക് അതിനെ സംബന്ധിച്ച് ഒരു വിവരവുമില്ല. ഇല്ലത്തിബാഅല്ലന്നി, വെറും ഊഹം പറയാണ്. ഓരോരുത്തർക്ക് തോന്നിയത് അങ്ങനെ എഴുതി വെച്ചു. മാലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ലത്തിബാഅല്ലന്നി, അല്ലാഹു പറയാണ് നിങ്ങൾ എന്ത് തർക്കിച്ചാലും വേണ്ടില്ല, വമാ ഖതലൂഹു യഖീന, ഉറപ്പാണ്, ഉറപ്പാണ്, അവർക്ക് രോമത്തിൽ തൊടാൻ സാധിച്ചിട്ടില്ല, എന്നിട്ടല്ലേ കൊന്നിട്ടില്ല. ബർറഫഅഹുല്ലാഹു ഇലൈഹി വകാനല്ലാഹു അസീസൻ ഹകീമാ. ഇന്നും ഇതിന്റെ സ്മരണകൾ പുതുക്കിക്കൊണ്ടാണ്, ഈ ഇല്ലാത്ത സംഭവത്തിന്റെ പേരിലാണ് ഇന്നലെ പെസഹ, ഇന്നത്തെ ഗുഡ് ഫ്രൈഡേ, അതെങ്കിൽ ദുഃഖവെള്ളി, നാളെയും മറ്റന്നാളും അടങ്ങുന്ന ഈസ്റ്റർ. ഇല്ലാത്ത ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ കഠിനമായി ഇല്ല എന്ന് നഖശിഖാന്തം കൃത്യമായി തന്നെ പറഞ്ഞ അന്ധവിശ്വാസങ്ങളിൽ കെട്ടിപ്പടുത്ത നിലക്കാണ് അത് ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങൾ സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ മുസ്ലിമീങ്ങളായ നമ്മൾ ഭാരതനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ദൈവമായി കാണുന്നില്ല, ദൈവത്തിന്റെ പുത്രനായി കാണുന്നില്ല. പിതാവും പരിശുദ്ധാത്മാവും പുത്രനും എന്ന് പറയുന്ന മുക്കൂട്ട് ദൈവ മുന്നണിയിലെ ഒരു ദൈവമായിട്ടും നമ്മൾ കാണുന്നില്ല. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ടാണ് ആ വിഷയത്തിൽ സംസാരിച്ചിട്ടുള്ളത്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചതും ക്രിസ്ത്യാനികൾ ഇന്ന് ലോകത്ത് വിശ്വസിക്കുന്നതും തമ്മിൽ കടലും കടലാടിയും രാവും പകലും തമ്മിലെ വ്യത്യാസമുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ച ആശയങ്ങളോട് കഠിനമായ ശത്രുത പുലർത്തിയിരുന്ന ഒരു വ്യക്തി ഈസാ നബി അലൈഹിസ്സലാമിന്റെ ശേഷം യഥാർത്ഥത്തിൽ ഈസാ നബിയുടെ അനുയായിയാണ് താനെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നതാണ് ഒരു സെന്റ് പോൾ.
അല്ലെങ്കിൽ സെന്റ് പൗലോസ്. അയാളാണ് ഇന്ന് നിലവിലുള്ള ക്രിസ്ത്യാനിറ്റിയുടെ വിശ്വാസങ്ങളുടെയൊക്കെ സൂത്രധാരൻ. അത് പൗലോസിന്റെ മതമാണ്, ക്രിസ്തുവിന്റെ മതമല്ല. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച തത്വങ്ങളല്ല അയാൾ പഠിപ്പിച്ചത്, നേരെ ഘടകവിരുദ്ധം. നോക്കണം, ഏത് നബിമാരുടെയും ആദർശങ്ങളെ പച്ചയായി ദുർവ്യാഖ്യാനിച്ച് ആ നബി പഠിപ്പിച്ച ആശയങ്ങളെ ഭൂലോകത്തിന് നിഷ്കാസനം ചെയ്യുവാൻ വേണ്ടി എന്നും രംഗത്ത് വരാറുള്ളത് യഹൂദികളുടെ ഒരു അജണ്ടയായിരുന്നു എന്ന് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കണം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച യഥാർത്ഥത്തിലുള്ള ക്രിസ്തുമതം അതല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാം എന്ന് ലോകത്തിനെ അറിയാതിരിക്കാൻ ആ ക്രിസ്തുമതത്തിന്റെ ഏറ്റവും കഠിന വൈരിയും ബദ്ധവൈരിയുമായി ജീവിച്ചിരുന്ന മനുഷ്യൻ പിൽക്കാലത്ത് യേശുവിന്റെ യഥാർത്ഥത്തിലുള്ള അനുയായിയും അപ്പോസ്തലനും ഞാനാണ്, എനിക്ക് വെളിപാടുണ്ടായിരിക്കുന്നു, ഞാൻ നടന്നു പോകുന്നിടത്തുനിന്ന് വഴിയിൽ വെച്ച് യേശു എന്നെ വിളിച്ചിരിക്കുന്നു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞിരിക്കുന്നു നീ എന്റെ യഥാർത്ഥത്തിലുള്ള ശിഷ്യനാണ് എന്നെനിക്ക് വെളിപാടുണ്ടായിരിക്കുന്നു എന്നും പറഞ്ഞ് ഒരു പ്രഭാതത്തിൽ അയാൾ ക്രിസ്ത്യാനിയായി മാറുകയാണ്. എന്തിന്? ഉള്ളിൽ കയറിയിട്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച യഥാർത്ഥത്തിലുള്ള സത്യപ്രസ്ഥാനത്തെ മലിനപ്പെടുത്തിയിട്ട് ആ യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തെ ലോക ജനതയുടെ മനസ്സുകളിൽ നിന്ന് നിഷ്കാസനം ചെയ്തുകൊണ്ട് ഒരു പുതിയ മതത്തിന്റെ വിത്തുപാകാൻ കയറിക്കൂടിയ ചാരനായിരുന്നു സെന്റ് പോൾ അല്ലെങ്കിൽ സെന്റ് പൗലോസ്. തനി ചരിത്രം ഇസ്ലാമിലും ആവർത്തിച്ചിട്ടുണ്ട്, മറക്കരുത്. തനി ചരിത്രം ഇസ്ലാമിലും ആവർത്തിച്ചിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ബദ്ധവൈരിയായി കൊണ്ട് ജീവിച്ചിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന യഹൂദി, ആ യഹൂദിയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം യഹൂദി കുപ്പായം അഴിച്ചു വെച്ചിട്ട് ഇസ്ലാമിന്റെ കുപ്പായം ഇട്ടുകൊണ്ട് ഞാനും മുസ്ലിമാണെന്ന് പറഞ്ഞ് എനിക്ക് മുഹമ്മദ് നബിയോട് ഏറ്റവും വലിയ അടങ്ങാനാവാത്ത അദമ്യമായ സ്നേഹമുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട്, മാത്രമല്ല ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബത്തോട് നിലവിലുള്ള അബൂബക്കറിനും ഉമറിനും ഉസ്മാനിനും ഒന്നും സ്നേഹമില്ലെന്നും ആ സ്നേഹം ഇവിടെ പിടിച്ചു വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നിയോഗിതനായ വ്യക്തിത്വമാണ് ഞാനെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു സബ മുസ്ലിം മണിയിലേക്ക് മുസ്ലിം കുപ്പായമിട്ട് കടന്നു കയറി ചാരപ്പണി നടത്തുകയായിരുന്നു. അയാളാണ് ഷിയായിസത്തിന് വിത്തുപാകിയത്. അയാൾ പറഞ്ഞു മുഹമ്മദ് നബിയോട് സ്നേഹമുള്ളവനാണ് ഞാൻ, അവിടുത്തെ അവകാശം ഇവിടെ പലരും പിടിച്ചു പറ്റിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വസിയത്തിലുണ്ട് അലിയാണ് എന്റെ ശേഷം ഖലീഫയാകേണ്ടത്. നബി കുടുംബത്തിൽപ്പെട്ട നബിയുടെ മകളായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവായ അവിടുത്തെ മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനായിരുന്നു ഖിലാഫത്തും കിട്ടേണ്ടിയിരുന്നത്. അത് തട്ടിയെടുത്തിരിക്കുന്നു ഈ മൂന്ന് പേർ അവകാശപ്പെട്ടുകൊണ്ട് സമൂഹത്തിന്റെ ഇടയിൽ ഉള്ളിൽ ഫിത്നകൾ ഉണ്ടാക്കി ഷിയായിസം എന്ന് പറയുന്ന മാരകമായ ഒരു വിപത്തിന്, ഒരു വ്യതിയാന കക്ഷിക്കുള്ള ബീജാവാപം നടത്തുവാൻ അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന് പറയുന്ന അവന്റെ യഹൂദി കുപ്പായം അഴിച്ചു വെച്ചിട്ട് ഇസ്ലാമിന്റെ കുപ്പായം അണിഞ്ഞുകൊണ്ട് ചാരനായി ഇതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഇസ്ലാമിക ആശയങ്ങളുടെ വേരെറുക്കുന്ന കടയിൽ കത്തിവെക്കുന്ന രൂപത്തിലുള്ള ആദർശങ്ങൾ, ഖബർ പൂജ, അതുപോലെയുള്ള പലതും ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നത്. ഇതന്നും ആവർത്തിച്ചു. ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ച യഥാർത്ഥമായ ഇസ്ലാമിക ആദർശങ്ങളെ കുഴിച്ചു മൂടാനും ഒരു നിഷ്കാസനം നടത്താനും യഹൂദി കുപ്പായം അഴിച്ചു വെച്ച് സത്യക്രിസ്ത്യാനിയായി രംഗത്ത് വന്ന സെന്റ് പോൾ ചെയ്തതുപോലെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന്റെ സമൂഹത്തിൽ പഠിപ്പിച്ചു കൊടുത്ത ശുദ്ധമായ തൗഹീദിൽ മായം കലർത്തുവാനും ഇസ്ലാമികമായ കാര്യങ്ങളുടെ കൃത്യമായ അധ്യാപനങ്ങളിൽ വെള്ളം ചേർക്കുവാനും വേണ്ടി യഹൂദി കുപ്പായം അഴിച്ചു വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ കുപ്പായം ഇട്ടുകൊണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് കയറി പ്രവർത്തിച്ച ജാരസന്താനം, അതല്ലെങ്കിൽ ജാരനായ ജാരസന്താനമല്ല ജാരനായ ഇബ്നു സബ, അബ്ദുല്ലാഹി ഇബ്നു സബ. വ്യത്യാസം ഓരോ കാലഘട്ടത്തിലും കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ചാരന്മാരെ എവിടുന്നാ വരുന്നത് എന്നുള്ളതിന്റെ ചരിത്രം കൂടി നമ്മൾ സാന്ദർഭികമായി അറിയാൻ വേണ്ടിയാണ് ഞാനത് സൂചിപ്പിച്ചത്. അപ്പൊ ലോകത്തുനിന്ന് നിലവിലുള്ള ക്രിസ്തുമതവും മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച് ആ ഇസ്ലാമുമായിട്ടൊരു ബന്ധമില്ല. മാറ്റത്തിരുത്തലുകൾ ധാരാളമായി വരുത്തി. വേദഗ്രന്ഥങ്ങളിൽ അവർ കൈക്രിയകൾ നടത്തി. അവർക്കിഷ്ടമില്ലാത്തത് പലതും വെട്ടിമാറ്റി, പലതും അതിന്റെ അകത്തേക്ക് കയറ്റി. ഇന്ന് വിശുദ്ധമായ ഒരു ഗ്രന്ഥം എന്ന് അവകാശപ്പെടുന്ന മൂസ നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ട തൗറാത്തോ ഈസാ നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ട ഇഞ്ചീലോ ലോകത്തുനിന്ന് കാണാനേ ഇല്ല. മാത്രമല്ല വിശുദ്ധ ഖുർആനിന്റെ വരവോടുകൂടെ എല്ലാം ദുർബലപ്പെട്ടു പോയി.
എന്നാൽ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച തത്വം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി തന്നെ പറയാണ്, ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മർയം വഖാലൽ മസീഹ് യാ ബനീ ഇസ്രായീല അബ്ദുല്ലാഹ റബ്ബീ വറബ്ബക്കും إنه من يشرك بالله فقد حرم الله عليه الجنة ومأواه النار وما للظالمين من أنصار. സൂറത്തുൽ മാഇദയിലെ 72-ാമത്തെ ആയത്ത്, ലഖദ് കഫറല്ലദീന ഖാലൂ, അല്ലാഹു പറയാണ്, തീർച്ചയായും സത്യനിഷേധികളായി പോയിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞവർ ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം, മസീഹ് ഇബ്നു മറിയം തന്നെയാണ് അല്ലാഹ് എന്ന് പറഞ്ഞവർ വളരെ നിഷേധത്തിലാണുള്ളത്. എന്നാൽ മസീഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? മസീഹ് ജനങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. വഖാലൽ മസീഹ്, മസീഹ് എന്താണ് പഠിപ്പിച്ചത്? യാ ബനീ ഇസ്രായീൽ, ഓ ഇസ്രായേൽ മക്കളെ, ഇസ്രായേൽ സന്തതികളെ, വഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണേ. ആരാണ് അല്ലാഹു? റബ്ബീ വറബ്ബക്കും, എന്റെയും നിങ്ങളുടെയും യജമാനനായ, എന്റെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണേ. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, തീർച്ചയായും ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന പക്ഷം ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കിയിരിക്കുന്നു. വമഅവാഹുൻ നാർ, അവന്റെ സങ്കേതം നരകമത്രേ. വമാലിൽ ളാലിമീന, അക്രമികൾക്കില്ല മിൻ അൻസാർ, ഇത്തരത്തിലുള്ള അക്രമം പ്രവർത്തിക്കുന്ന അക്രമികൾക്ക് ഒരു സഹായികളെയും കിട്ടൂല എന്ന് ഇസ്രായേൽ മക്കളെ വിളിച്ചുകൊണ്ട് പഠിപ്പിച്ച നേതാവാണ് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. വളരെ കൃത്യമായി മഹാനായ പ്രവാചകൻ അതാണ് പഠിപ്പിച്ചത് എന്ന്. ഒന്നാമത്തെ കൽപ്പന എന്ന് പറയുന്ന എല്ലാറ്റിലും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണെന്ന് അനുയായികളുടെ ചോദ്യത്തിന് മഹാനായ ഈസ നബി അലൈഹിസ്സലാം കൊടുത്ത മറുപടിയായിക്കൊണ്ട് എത്ര തന്നെ മാറ്റിത്തിരുത്തലുകൾക്ക് വിധേയമാക്കിയ ഗ്രന്ഥങ്ങളാണെങ്കിലും അതേ അവര് സുവിശേഷമായി കൊണ്ട് നടക്കുന്ന 4 സുവിശേഷങ്ങളിൽ, പുതിയ സുവിശേഷങ്ങളിൽ, പുതിയ നിയമമെന്നറിയപ്പെടുന്ന 4 പുസ്തകങ്ങളിൽ ഒരു പുസ്തകമായ മാർക്കോസ് എഴുതിയ സുവിശേഷത്തിലെ 12-ാം അധ്യായം 29-30 വചനങ്ങളിൽ പറയുന്നു, ഇതാണ് ഒന്നാമത്തെ കൽപ്പന. ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. ഇതാണ് യേശു തന്നെ അനുയായികളോട് പറഞ്ഞത് എന്ന് വളരെ കൃത്യമായി. ഒരുപാട് മാറ്റത്തിരുത്തലുകൾക്കൊക്കെ വിധേയമായിട്ടുണ്ടെങ്കിലും ഇന്നും അതിന്റെ ഒരു ഭാഗത്ത് ഇന്നും അത് കിടക്കുകയാണ്. നമ്മുടെ കർത്താവ് ഏകനായ കർത്താവ്, ഇസ്രായേലേ നിങ്ങളത് മനസ്സിലാക്കണം, നിങ്ങൾ കേൾക്കണം എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. അല്ലാഹ് പറയുന്ന വാചകം, യാ ബനീ ഇസ്രായേലേ, ഇസ്രായേൽ മക്കളെ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ മാത്രം ആരാധിക്കണം. റബ്ബീ വറബ്ബക്കും, അവരുടെ ഭാഷയിൽ എന്റെയും നിങ്ങളുടെയും കർത്താവ് അവൻ മാത്രമാണ്. റബ്ബീ വറബ്ബക്കും, എന്റെയും നിങ്ങളുടെയും യജമാനനായ റബ്ബായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. ആര് അല്ലാഹുവിൽ പങ്കുചേർത്തോ ഗൗരവം പഠിച്ചിട്ടുണ്ട്. ഈസ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹുവിൽ ആരെങ്കിലും പങ്കുചേർത്താൽ സ്വർഗം അവന് നിഷിദ്ധമാണ്. കാലാകാലം ശാശ്വതമായി പിന്നെ അവനുള്ള സങ്കേതം നരകമാണ്. ഏറ്റവും കടുത്ത ഈ അക്രമം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരു സഹായികളെയും കിട്ടുന്നതല്ല. സൂറത്തുൽ മാഇദ 72 തുടർന്നുകൊണ്ട് വീണ്ടും പറയുന്നുണ്ട്, ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ സാലിസു സലാസ വമാ മിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹുൻ വാഹിദ് വഇല്ലം യൻതഹു അമ്മാ യഖൂലൂൻ ലയമസ്സന്നല്ലദീന കഫറൂ മിൻഹും അദാബുൻ അലീം. ലഖദ് കഫറല്ലദീന ഖാലൂ, ഇങ്ങനെ പറഞ്ഞവരും നിഷേധികളായി തീർന്നിട്ടുണ്ട്. എങ്ങനെ? ഇന്നല്ലാഹ, നിശ്ചയം, അല്ലാഹു സാലിസു സലാസ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന മുക്കൂട്ട് ദൈവമുന്നണിയിലെ ഒരു ദൈവമാണ്. ത്രിയേകത്വത്തിന്റെ സിദ്ധാന്തം പറയുന്ന,
ത്രിയേകത്വത്തിന്റെ വക്താക്കളായ ആളുകൾ പരിചയപ്പെടുത്തുന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ എണ്ണുന്ന മൂന്നെണ്ണം, എന്നാൽ മൂന്നും വേറെ വേറെയല്ല, മൂന്നും ഒന്നുമാണ് എന്ന വൈരുദ്ധ്യം പറയുന്ന ആ മുക്കൂട്ട് ദൈവമുന്നണിയിലെ ഒരു ദൈവമാണ് അല്ലാഹു എന്ന് പറയുന്ന ആ വിഭാഗം പറ്റേ നിഷേധികളായി മാറിയിരിക്കുന്നു. വമാ മിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹും വാഹിദ്, ഏകനായ ആരാധ്യനല്ലാതെ ഒരാരാധ്യനേ ഇല്ല തന്നെ. എന്നിട്ട് അല്ലാഹു പറയാണ് വഇല്ലം യൻതഹു, ഈ വാദങ്ങളും ഈ വിശ്വാസങ്ങളും അവർ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ, അമ്മാ യഖൂലൂന, അവർ ഈ പറഞ്ഞു പരത്തുന്ന ദുരാരോപണങ്ങൾ അവർ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ, ഗൗരവത്തോടെയുള്ള താക്കീത്, ലയമസ്സന്നല്ലദീന കഫറൂ മിൻഹും അദാബുൻ അലീം, ആ നിഷേധികൾക്ക് വളരെ ഗൗരവതരമായ കഠിനമായ ശിക്ഷയവർക്ക് ബാധിക്കുക തന്നെ ചെയ്യും. എന്നിട്ടും അല്ലാഹു പറയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാലും, ഇങ്ങനെയൊക്കെ അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യം പറഞ്ഞവരോട് പോലും റബ്ബ് കൈയൊഴിയുന്നില്ല. മടങ്ങാൻ തയ്യാറാണോ? എന്ത് അള്ളാഹിനെ കുറിച്ച് തമ്മാടിത്തം പറഞ്ഞതാണെങ്കിലും റബ്ബ് പൊറുക്കാൻ തയ്യാറാണ്. കണ്ടോ റബ്ബിന്റെ ഒരു കാരുണ്യം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അല്ലാഹു പറയാണ്, അഫലാ യതൂബൂന ഇലല്ലാഹ്, അവർക്ക് അല്ലാഹുവിലേക്ക് കേറിച്ച് മടങ്ങിക്കൂടെ? വയസ്തഗ്ഫിറൂനഹു, ഞങ്ങൾ വിശ്വസിച്ച വിശ്വാസം അബദ്ധമായി പോയി റബ്ബേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ അന്ധവിശ്വാസങ്ങൾ നീ പുറത്തു തരണേ, ഞങ്ങൾ സത്യവിശ്വാസികളായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർക്കൊന്ന് മടങ്ങിക്കൂടെ? വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ആരാണ്? അവൻ ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനും തന്നെ. സൂറത്തുൽ മാഇദയിൽ 73 74 ആയത്തുകളിൽ അല്ലാഹു പറയുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആരാണ് ഒറിജിനൽ മസീഹ് ഈസ എന്ന് പറഞ്ഞ ആരാ? അതിനുള്ള മറുപടി 75-ാമത്തെ ആയത്തിൽ, മൽ മസീഹു ഇബ്നു മറിയമ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി الرسل وأمه صديقة كانا يأكلان الطعام انظر كيف نبين لهم الآيات انظر كيف نبين لهم الآيات ثم انظر أنا يؤفكون قل أتعبدون من دون الله قل أتعبدون من دون الله ما لا يملك لكم ضرا ولا نفعا والله هو السميع العليم. സൂറത്തുൽ മാഇദ 75-76 ആയത്തുകൾ. ഇതൊക്കെ പഠിക്കണം സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം എന്താണെന്ന് അറിയാത്ത ഒരുപാട് സഹോദരങ്ങൾ, ക്രൈസ്തവ സുഹൃത്തുക്കളുണ്ട്. അവരെ അടുത്ത് കിട്ടുമ്പോൾ ഒന്നും പറയാൻ നമുക്ക് അറിയാതായാൽ പറ്റൂലല്ലോ. നമ്മൾക്ക് മനസ്സിലാക്കിയ നമ്മുടെ സത്യം നമ്മളല്ലാതെ ആരാ അവരോട് പറയാ? നമ്മളല്ലാതെ ആരാ അവരോട് പറയാ? അവര് പഠിച്ചത് കുറെ കാര്യങ്ങളാണ്, അതവരങ്ങനെ പാരമ്പര്യമായിട്ട് പഠിച്ചു വന്നു. നമ്മൾ പഠിച്ച സത്യം അവരോടൊന്ന് പറയണ്ടേ? അവര് വിശ്വസിക്കുകയില്ലേ? അതൊക്കെ ഹിദായത്ത് അല്ലാഹു കൊടുക്കുന്നത്. അതൊന്നും വിചാരിച്ച് ഞാൻ പറഞ്ഞുകൊണ്ട് പയള് മാറൊന്നുമില്ല, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കണ്ട. നമ്മളെ ബാധ്യത എത്തിച്ചു കൊടുക്കലാണ്. അമ്പിയാക്കളെ കുറിച്ച് വരും അല്ലാഹു സുബ്ഹാനഹു വ തആല, അമ്പിയാക്കൾ തന്നെ ഇൻ അലൈനാ ഇല്ലൽ ബലാ, എത്തിക്കലേ ഞങ്ങളുടെ മേൽ ബാധ്യതയുള്ളൂ, എത്തിക്കലേ ഞങ്ങളുടെ മേൽ നിർവാഹമുള്ളൂ. ഹിദായത്ത് കൊടുക്കേണ്ടവൻ അല്ലാഹുവാണ്. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ, നീ ഉത്ബോധകൻ മാത്രമാണ്, താക്കീതുകാരൻ മാത്രമാണ്, അധികാരം ചെലുത്തി വിശ്വസിപ്പിച്ച് അടിച്ചേൽപ്പിക്കുന്നവനല്ല. അത് നമ്മളൊക്കെ മനസ്സിലാക്കണം. അതിന് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ പഠിക്കണം. എന്തിനും ആരെയും തർക്കിച്ച് തോൽപ്പിക്കാനും മേന്മ നേടാനും അല്ല, റഹ്മാനായ നാഥന്റെ കലിമത്തിന്റെ ഉയർച്ച, ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയ, അള്ളാന്റെ കലിമത്ത് ലോകത്ത് പടരണം, അത് വളരണം. അത് അറിഞ്ഞിട്ടില്ലാത്ത ആളുകളുടെ കാതുകളിലേക്ക് അത് എത്തിച്ചു കൊടുക്കണം. അതിന് നമുക്ക് അറിവ് വേണം. വളരെ കൃത്യമായിട്ട്. ഇതൊക്കെ ലളിതല്ലേ, ലളിതമായിട്ട് നമുക്കൊക്കെ മനസ്സിലാകുന്ന കാര്യങ്ങളല്ലേ ഇവിടെ അല്ലാഹു തആല ഈ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞത്? മൽ മസീഹ് ഇബ്നു മറിയം. എന്നാ ഈ പറഞ്ഞതൊന്നും അല്ല മസീഹെങ്കിൽ പിന്നെ ആരാ മസീഹ്? മറിയമിന്റെ പുത്രൻ മസീഹ് അല്ല, ഇല്ലാ റസൂൽ, ഒരു ദൂതനല്ലാതെ മറ്റാരുമല്ല. മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു യേശു അതല്ലെങ്കിൽ ഈസാ അലൈഹിസ്സലാം മഹാനായ ഒരു മനുഷ്യനാണ്, മഹാനായ ഒരു പ്രവാചകനാണ്, ദൈവമല്ല, ദൈവത്തിന്റെ പുത്രനല്ല, മുക്കൂട്ട് ദൈവ മുന്നണിയിലെ ഒരു അംശവുമല്ല. വളരെ കൃത്യം. ഇല്ലാ റസൂലുൻ,
എങ്ങനത്തെ റസൂലാണ്? ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, അദ്ദേഹത്തിന്റെ മുമ്പും ഇവിടെ റസൂലുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, മുമ്പും ഇവിടെ ദൂതന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ ദൗത്യ നിർവഹണത്തിനായി റബ്ബിനാൽ നിയുക്തനായ ഒരു മനുഷ്യനായ നബിയാണ് അദ്ദേഹം. അദ്ദേഹം പിതാവില്ലാതെയാണ് റബ്ബ് അദ്ദേഹത്തിന്റെ അത്ഭുതകരമായ ജനനമെങ്കിലും മാതാവുണ്ട്. ആ മാതാവും ദൈവമല്ല, ദൈവത്തിന്റെ അംശമല്ല. അദ്ദേഹത്തിന്റെ മാതാവ് സത്യസന്ധയുമാണ്. മറിയം സത്യസന്ധയാണ്, വ്യഭിചാരിണിയല്ല. അതുപോലെ തന്നെ മറ്റേതെങ്കിലും ദുസ്വഭാവമുള്ള പെണ്ണല്ല. ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും മാതൃകായോഗ്യയായി കൊണ്ട് എണ്ണപ്പെട്ട സ്ത്രീയാണത്. എന്ന് പറയുന്ന വചനത്തിന്റെ അവസാന ഭാഗത്ത് അടുത്ത വചനം വമറിയം ഇബ്നത ഇംറാൻ അല്ലതി അഹ്സനത് ഫർജഹാ, തന്റേതായ ലൈംഗികാവയവത്തിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിച്ച പതിവ്രതയായ മറിയം സത്യവിശ്വാസികൾക്ക് എന്നും മാതൃകയത്രേ. അല്ലാഹു തആല പറയും അങ്ങനത്തെ സത്യസന്ധയാണ് അവര്. ഉമ്മുഹു സിദ്ദീഖ. ഇനിയും പറയുന്നത് നോക്കൂ, ആ ഉമ്മയും മോനും ദൈവങ്ങളായിരുന്നില്ല. അവർ രണ്ടാളും ഭക്ഷണം കഴിച്ചിരുന്ന മനുഷ്യരാണ്. രണ്ടാളും അന്നം തിന്നിരുന്നു, ഭക്ഷണം കഴിച്ചിരുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ്, നോക്കൂ കൈഫ, എപ്രകാരമാണ് നുബയ്യിനു ലഹുമുൽ ആയാത്ത്, ഇവർക്ക് നമ്മൾ ആയത്തുകൾ വിവരിച്ചു കൊടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇപ്രകാരം നമ്മളും വിവരിച്ചു കൊടുക്കേണ്ടത് എന്ന സൂചന. ഇങ്ങനെയാ വിവരിച്ചു കൊടുക്കേണ്ടത്. കൈഫ നുബയ്യിനു ലഹുമുൽ ആയാത്ത്, ഇപ്രകാരമാണ് നാം അവർക്ക്, എപ്രകാരമാണ് അവർക്ക് നാം വിവരിച്ചു കൊടുക്കുന്നതെന്ന് നോക്കൂ. പിന്നെയും നോക്കൂ, അന്നായുഫകൂൻ, ഇത്ര ലളിതമായി കാര്യങ്ങൾ വിവരിച്ചു കൊടുത്തിട്ടും പിന്നെയും ദുരാരോപണം കൊണ്ട് നടക്കുന്നതെന്തേ? അതിനെപ്പറ്റിയും ഒന്ന് ആലോചിച്ചു നോക്കൂ. എത്ര കടുപ്പമാണ് അവരുടെ വാദങ്ങൾ. ഈ സത്യങ്ങളൊക്കെ വിവരിച്ചു കൊടുത്തിട്ടും പിന്നെയും ദുരാരോപണം കൊണ്ട് ഈസാ ദൈവത്തിന്റെ പുത്രനാണ്, പരിശുദ്ധാത്മാവ് അതല്ലെങ്കിൽ മുക്കൂട്ട് മുന്നണിയിലെ ഒരു ഭാഗമാണ്, അതല്ലെങ്കിൽ ദൈവം തന്നെയാണ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള കള്ളവാദങ്ങൾ നടത്താൻ എങ്ങനെ അവർക്ക് കഴിയുന്നു? ആകയാൽ നബിയെ പഠിപ്പിക്കൂ ജനങ്ങളോട്. ഖുൽ, നബിയെ പറയൂ, അതഅബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമേ നിങ്ങൾ ആരാധിക്കുകയാണോ? മാ ലാ യംലികു ലക്കും ദർറൻ വലാ നഫ്ആ, നിങ്ങൾക്കൊരു ഉപകാരമാവട്ടെ ഒരു ഉപദ്രവമാവട്ടെ ഉടമപ്പെടുത്തിയിട്ടില്ലാത്തവരെ നിങ്ങൾ ആരാധിക്കുകയാണോ? വല്ലാഹു ഹുവസ് സമീഉൽ അലീം, അല്ലാഹു അവൻ മാത്രമാണ് എല്ലാം കേൾക്കുന്നവനും എല്ലാം നന്നായി അറിയുന്നവനും. സൂറത്തുൽ മാഇദ 72, 73, 74, 75, 76 6 വചനങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചാൽ ലളിതമായി എന്താണ് ഇസ്ലാമിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട് കൃത്യമാണ്. നമ്മൾ പഠിക്കണം, നമ്മളല്ലാതെ ആരാ പഠിക്കുക? എന്നിട്ട് നമ്മൾ കിട്ടുന്ന അവസരങ്ങളിൽ ഇത് പറഞ്ഞു കൊടുക്കണം. അതിന് നമുക്ക് പ്രതിഫലം കിട്ടും. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പൊ ഇവിടെ അല്ലാഹു തആല എടുത്തു പറഞ്ഞൊരു കാര്യം എന്താണ്? ദൈവദൂതനായിരുന്നു, പ്രവാചകനായിരുന്നു, ഒരു മനുഷ്യനായിരുന്നു. മറ്റു റസൂലുകളെ പോലെ അദ്ദേഹവും ജനങ്ങളെ ഉപദേശിച്ചത് തൗഹീദായിരുന്നു, നാം പഠിപ്പിച്ചത്. ദൈവമെന്നോ ദൈവത്തിന്റെ പുത്രനെന്നോ എന്നൊന്നും അദ്ദേഹം അവകാശപ്പെട്ടിട്ടില്ല. എല്ലാ മനുഷ്യരെയും പോലെ അല്ലാഹു പറഞ്ഞ എന്താണ്? ഭക്ഷണം കഴിച്ചിരുന്നു. കാനായകുലാനി ത്വാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്ത് തന്നെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും അവിടെയായി ഇപ്പോഴും നിറഞ്ഞു കിടപ്പുണ്ട് ഈ ദൈവമാന്ന് പറയുന്ന ആളെ സംബന്ധിച്ച് ദൈവത്തിന് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത്. ചിലതൊക്കെ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അവരുടെ വേദപ്രമാണങ്ങളിൽ പോലും ഇതിനെ ശരിവെക്കുന്ന പരാമർശങ്ങളും പ്രയോഗങ്ങളും സുലഭമാണ്. ഏതാനും ചില ഉദാഹരണങ്ങൾ കേട്ടോളൂ. ഒന്ന്, യേശു ജനിക്കുന്നു. എല്ലാവർക്കും അറിയാം, അത് അവർ അംഗീകരിക്കുന്നുണ്ട്. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ചു വീണു. ദൈവം ജനിക്കും. അല്ലാഹു പറഞ്ഞില്ല യലിദ് വലം യൂലദ്. ജനിച്ചു എന്ന് അവർ അവകാശപ്പെടുന്നു. ജനിച്ചു, ദൈവം ജനിക്കുക. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ യേശു മുല കുടിക്കുന്നു.
അതേ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ തന്നെ 11-ാം അധ്യായം 27 നമ്പറുകൾ പറഞ്ഞു പോകാം. യേശു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നു. മത്തായി എഴുതിയ സുവിശേഷം 21-ൽ 5-ാമത്തെ വാചകം. ഒക്കെ മനുഷ്യന്റെ സ്വഭാവമാണെന്ന് പറയാനാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. യേശു ഭക്ഷണവും പാനീയവും ഉപയോഗിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 19-ാമത്തെ വചനം. യേശു വസ്ത്രം ധരിച്ചിരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 23-ാമത്തെ വചനം. യേശുവിന് വളർച്ചക്കനുസരിച്ച് വിജ്ഞാനം വർദ്ധിക്കുന്നു. ലൂക്കോസ് 21:40. യേശുവിന് സ്വമേധയാ ഒന്നും ചെയ്യാൻ കഴിവില്ല, പിതാവിൽ നിന്ന് കിട്ടിയിട്ട് വേണം. യോഹന്നാൻ 5-ാം അധ്യായം 30-ാമത്തെ വചനം. യേശുവിന് അത്തിമരത്തിന്റെ ഫലദായക സമയം എപ്പോഴാണെന്ന് അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അത്തിമരം കായ്ക്കണം നേരാണോ അല്ലേന്നറിയാതെ അത്തിമരത്തിന്റെ അടുക്കൽ പോയി അത്തിപ്പഴം അന്വേഷിച്ചുകൊണ്ട് അറിയില്ല. ആ കാര്യത്തെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നില്ല. മാർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 12-ാമത്തെ വചനം. യേശുവിന് വിശപ്പ് അനുഭവപ്പെടുന്നു എന്ന് മാർക്കോസ് 11:12. യേശുവിന് ദാഹം അനുഭവപ്പെടുന്നു എന്ന് യോഹന്നാൻ 19:28. യേശു ഉറങ്ങുന്നു എന്ന് മത്തായി എഴുതിയ സുവിശേഷം 8:24. യേശു യാത്ര ചെയ്താൽ ക്ഷീണിക്കുന്നു എന്ന് യോഹന്നാൻ 4-ാം അധ്യായം 6-ാമത്തെ വചനം. യേശു അസ്വസ്ഥനായി നെടുവീർപ്പിടുന്നു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 33-ാം വചനം. യേശു കരയുന്നു, നിലവിളിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11:35. യേശു ദുഃഖിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 26:37. യേശു യഹൂദന്മാരെ ഭയപ്പെടുക. യോഹന്നാൻ 18-ാം അധ്യായം 12-13. യേശു മറ്റൊരാളാൽ ഒറ്റുകൊടുക്കപ്പെടുന്നു. 11-ാം അധ്യായം യോഹന്നാൻ 18-ാം അധ്യായം 2-ാമത്തെ വചനം. യേശു ബന്ധിക്കപ്പെടുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 12-13 വാചകങ്ങൾ. യേശു അപമാനിക്കപ്പെടുന്നു. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 67-ാം വചനം. യേശുവിനെ അടികൊള്ളുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 12-ാം വചനം. യേശു മരണത്തെ ഭയക്കുന്നു. മാർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 36-ാം വചനം. യേശു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 26-ാമത്തെ അധ്യായം 42-ാമത്തെ വചനം. ഇതൊക്കെ ഇതൊക്കെ ഒരുപാടുള്ളതിൽ നിന്ന് കുറച്ചാണ്. ഇതുകൊണ്ടൊക്കെ എന്താ മനസ്സിലാകുന്നത്? ദൈവമാണെന്നാണോ, ദൈവത്തിന്റെ പുത്രനാണെന്നാണോ, അതോ ഒരു മനുഷ്യനായ പ്രവാചകനാണെന്നാണോ? വളരെ കൃത്യമായി നാം ചിന്തിക്കുക. ദൈവവുമല്ല, മനുഷ്യനാണ്. സാമാന്യ ബുദ്ധിക്ക് പറയാൻ ആ ഒരൊറ്റ ഉത്തരേ ഉള്ളൂ. യേശു ദൈവമായിരുന്നില്ല, ദൈവത്തിന്റെ പുത്രനായിരുന്നില്ല. സാലിസു സലാസ എന്ന് പറയുന്ന ത്രിയേകത്വവാദത്തിന്റെ ഒരാൾ അംശവുമായിരുന്നില്ല. മഹാനായ പ്രവാചകനായിരുന്നു. അതാണ് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി വേദക്കാരോട് വിളിച്ചു പറയാൻ പറയണം. യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനികും വലാ തഖൂലൂ അലല്ലാഹി ഇല്ലൽ ഹഖ് ഇന്നമൽ മസീഹു ഈസാ ഇബ്നു മർയമ റസൂലുള്ളാഹി വകലിമതുഹു വൽഖാഹാ ഇലാ മർയമ വറൂഹും മിൻഹു فآمنوا بالله ورسله ولا تقولوا ثلاثة انتهوا خيرا لكم إنما الله إله واحد سبحانه أن يكون له ولد له ما في السماوات وما في الأرض وكفى بالله وكيلا لن يستنكف المسيح أن يكون عبدا لله ولا الملائكة المقربون ومن يستنكف عن عبادته ويستكبر فسيحشرهم إليه جميعا. സൂറത്തുൽ മാഇദ 171 172 സൂക്തങ്ങൾ. അല്ലാഹു പറയാണ്, യാ അഹ്ലൽ കിതാബ്, ഹേ വേദക്കാരെ, ലാ തഗ്ലൂ ഫീ ദീനികും, നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ ഇല്ലാത്ത വാദങ്ങൾ പറഞ്ഞ് അതിര് കവിയരുത്. ഉള്ളതെ വിശ്വസിക്കാവൂ. ഇല്ലാത്തത് നിങ്ങൾ പറയരുത്, ഉള്ളതിനെ നിഷേധിക്കുകയും ചെയ്യരുത്. മതത്തിൽ അതിര് കവിയരുത്. ലാ തഗ്ലൂ ഫീ ദീനികും, നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ അതിര് കവിയരുത്. വലാ തഖൂലൂ, നിങ്ങൾ പറഞ്ഞു പോകരുത്, അലല്ലാഹ്, അല്ലാഹുവിന്റെ മേലുള്ള ഹഖ്, സത്യമല്ലാത്തത് മിണ്ടിപ്പോകരുത്. സത്യമല്ലാത്തത് അല്ലാഹുവിന്റെ പേരിൽ പറയരുത്. ഇന്നമൽ മസീഹു ഈസാ ഇബ്നു മർയമ റസൂലുള്ളാഹ്, നിങ്ങൾ ദൈവത്തിന്റെ പുത്രനെന്നും ദൈവമെന്നും മൂന്നിലൊരംശമെന്നും ഒക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈസയുണ്ടല്ലോ, മറിയമിന്റെ പുത്രൻ ഈസ, അദ്ദേഹം അതൊന്നുമല്ല, അല്ലാഹുവിന്റെ ദൂതനാണ്. മറിയമിലേക്ക് ഇട്ടുകൊടുത്ത അവിടുത്തെ വചനമാണ്, അവിടുത്തെ ആ നിലക്കുള്ള പരിശുദ്ധമായ ആത്മാവാണ്.
ഫആമിനൂ ബില്ലാഹി വറസൂലിഹി, ആകയാൽ നിങ്ങൾ അല്ലാഹുവിലും അവന്റെ ദൂതന്മാരിൽ മുഴുവനും നിങ്ങൾ വിശ്വസിക്കുവീൻ. വലാ തഖൂലൂ സലാസ, ഈ അടിസ്ഥാനമില്ലാത്ത ഒരു മനുഷ്യന്റെ ബുദ്ധിയിലും യോജിക്കാത്ത മൂന്നെണ്ണം ഉണ്ട് എന്ന് പറയാ, എന്നാ മൂന്നെണ്ണം വേറെയാണെന്ന് ചോദിച്ചാൽ അല്ല ഒന്നാണെന്നും പറയാ. ഇത്ര മണ്ടത്തരം പിടിച്ചൊരു വാരം നിങ്ങൾ പറയല്ലേ. വലാ തഖൂലൂ സലാസ, അത് നിങ്ങൾ പറയരുത്. ഇൻതഹൂ, അവസാനിപ്പിക്കണം ഈ വാദങ്ങൾ. ഖൈറൻ ലക്കും, അല്ലാഹുവിന്റെ ശൈലി നോക്കി നിങ്ങൾ എന്താണ് അതൊക്കെ. ഹൃദയത്തിലേക്ക് ചാട്ടുള പോലെ തുറിച്ച് അങ്ങോട്ട് തുളച്ച് കയറുന്ന ശൈലിയാ. ഇൻതഹൂ, അവസാനിപ്പിച്ചോളണം. ഖൈറൻ ലക്കും, ആ നിങ്ങൾക്ക് നല്ലത്, അതാ നിങ്ങൾക്ക് നല്ലത്. ഇന്നമല്ലാഹു ഇലാഹും വാഹിദ്, ഏകനായ അല്ലാഹ് മാത്രമാണ് ആരാധ്യൻ. സുബ്ഹാനഹു വ യകൂന ലഹു വലദ്, അവന് മക്കളുണ്ടാകുന്നതില്ലെന്ന് അവനത്ര പരിശുദ്ധൻ. ഖുത്ബയിൽ പറഞ്ഞു ഓർക്കുന്നില്ല സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ ദിക്ർ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ മിന്നിമറയേണ്ടുന്ന പല കാര്യങ്ങളിൽ ഒന്നാണ് റഹ്മാനായ റബ്ബേ, നിനക്ക് മക്കളുണ്ടെന്ന് നിന്നെപ്പറ്റി കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ നിന്നൊക്കെ നിന്നെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു. നിനക്ക് ഇണയില്ല, തുണയില്ല, സന്താനങ്ങളില്ല, ഒരു പങ്കുകാരുമില്ല എന്ന് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുന്ന ദിക്റാണ് സുബ്ഹാനല്ലാഹ്. അല്ലാഹ് ഇവിടെ പറയുന്നു സുബ്ഹാനഹു, അവൻ എത്ര പരിശുദ്ധനാണ്. യകൂന ലഹു വലദുൻ, അവന് സന്താനമുണ്ടാകുന്നതില്ലെന്ന്. അവൻ എന്തിനാണ് മക്കളെ ആവശ്യം? കാരണം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ളത് മുഴുവനും അവന്റേതല്ലേ, ആകാശഭൂമികളിലുള്ളത് മുഴുവനും അവന്റേതല്ലേ. വകഫാ ബില്ലാഹി വകീലാ, എല്ലാം ഏൽപ്പിക്കാനും വരമേൽപ്പിക്കാനും എത്ര നല്ല വക്കീലായിട്ട് അല്ലാഹ് തന്നെ മതി. ലയസ്തൻകിഫൽ മസീഹു, നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദം മസീഹ് അംഗീകരിക്കുന്നതല്ല. മസീഹ് അലൈഹിസ്സലാം ഒരിക്കലും ഒരു നിലക്കും അദ്ദേഹം വിസമ്മതിക്കുകയില്ല. അയ്യകൂന അബ്ദൻ ലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, ദൈവമല്ല, ദൈവപുത്രനല്ലെന്ന് പറയാൻ മഹാനായ ഈസ നബിക്ക് ഒരു സങ്കോചവുമില്ല. അദ്ദേഹത്തിന്റെ പേരിൽ നിങ്ങൾ അങ്ങനെ പറയല്ലേ. വലൽ മലായികത്തുൽ മുഖറബൂൻ, റബ്ബിലേക്ക് അടുപ്പം സിദ്ധിച്ചവന്റെ മുഖറബീങ്ങളായ മലക്കുകളും അവകാശപ്പെടൂല ഞങ്ങളെ ആരാധിക്കണമെന്ന്. എല്ലാരും പറയുന്നത് വിനയത്തോടെ ഞങ്ങളൊക്കെ അള്ളാന്റെ അടിമകളാണെന്നാണ്. മസീഹും അതാ പറഞ്ഞത്, മലക്കുകളും അതാ പറഞ്ഞത്. എന്നിട്ടുള്ള പൊതുവായിട്ടൊരു തത്വം പറയാണ്, റബ്ബിനെ ആരാധിക്കുന്നതില്ലെന്ന് ആരെങ്കിലും വിസമ്മതം കാണിച്ചാൽ, ആരെങ്കിലും അഹങ്കരിച്ച് നടന്നാൽ, സർവരെയും അവന്റെ അടുത്തേക്ക് ഒരുമിച്ച് കൂട്ടുമെന്ന കാര്യം മറന്നു പോകണ്ട. ആ താക്കീതോടുകൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയം അവസാനിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ലോകം ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ആചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ നിജസ്ഥിതി, ഇസ്ലാമിന് എന്താണ് പറയാനുള്ളതെന്ന് ഇന്നത്തെ ദിവസം ഈ വിഷയവുമായി ഒത്തുവന്നത് അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. കൂടുതൽ അറിവ് വർദ്ധിക്കുവാനും നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും സഹോദരങ്ങളെ നമ്മുടെ യഥാർത്ഥമായ വിശ്വാസത്തിന്റെ ആ തെളിമയും അതിന്റെ പരിശുദ്ധിയും മനസ്സിലാക്കുവാനും തെറ്റിദ്ധരിച്ചിട്ടുള്ള പല വിശ്വാസക്കാരായ ആളുകൾക്ക് ഇസ്ലാമിന്റെ തെളിമയാർന്ന സന്ദേശം എത്തിച്ചു കൊടുക്കുവാനും നമ്മൾ അറിവ് നേടണം. അല്പമെങ്കിലും നമ്മൾ ആ രംഗത്ത് കാലെടുത്ത് വെക്കണം എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വിശ്വാസികളായി ജീവിച്ചു മരിക്കുവാനും നല്ലവരോടൊപ്പം പരലോകത്ത് സ്വർഗം പങ്കിടുവാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا تقبل منا إنك أنت السميع العليم. اللهم صل على محمد وعلى آل محمد. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.